ഇന്ന് സാത്തിക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഇൻ സ്കൂളാണ് കേട്ടോ. അന്നേരം സമയം ഏകദേശം 9:15 ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഞാനൊരു 8:30 ആയപ്പോൾ കേട്ടോ എണീച്ചത്. അപ്പോൾ ഇന്ന് രാവിലെ ചോറ് വെക്കണം, മീൻ വറുക്കണം. ഇത് രണ്ടും മാത്രമുള്ള എൻ്റെ പണി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ രാവിലെ സാത്തിക്കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്ത് 9:30 ആയപ്പോൾ ആൾ ടി വിയും കണ്ട് നല്ല രസിച്ചിരിക്കുകയാണ്. 10:30 ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി. അപ്പോൾ ഒരു 10:15 ഞങ്ങൾ ഇറങ്ങത്തേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് മതി കേട്ടോ വണ്ടിയിൽ പോകാൻ നേരം സ്കൂളിലേക്ക് എത്താൻ വേണ്ടി. ഞങ്ങൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ടൊന്നുമല്ല ഒരു ഡേ തുടങ്ങുന്നത് ഒന്നും. ഇനിയാണ് ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കൊന്നും മേടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ ഭയങ്കര മഴയല്ലായിരുന്നോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല വെയിലുണ്ട്. ഇതെൻ്റെ ചോറ് വെക്കൽ, മീൻ വറുക്കൽ ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ. കുറച്ച് ധൃതിയുള്ള സമയമായതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ഷൂട്ടിംഗ് ഒന്നും എടുത്തില്ല. ഞാൻ എണീച്ച ഉടൻ തന്നെ നേരെ കുക്കിംഗ് അങ്ങോട്ട് നിന്ന് അരി കഴുകി കുക്കറിലിട്ട് ബാക്കി മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് പിന്നെ അത് വറുക്കലും ഇതൊക്കെയാണ്. അപ്പോൾ ഞാനൊരു കോളത്തിലേക്കാണ്. ഇനി പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു, തൈറോയിഡിൻ്റെ ഗുളിക കഴിച്ചു. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഇറങ്ങാം. ആകെ കൂടി മൊത്തത്തിൽ ഒരു ടയർഡ്നെസ് രാവിലെ തന്നെ ഉണ്ട്. എൻ്റെ കണ്ണൊക്കെ കാണുമ്പോഴേ മനസ്സിലാവില്ലേ. അന്നേരം സാത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു, മുഖമൊക്കെ കഴുകി വൃത്തിയായി സുന്ദരിക്കുട്ടിയെ ഇനി നമുക്ക് റെഡിയാവാം. ഞാൻ അന്നേരത്തേക്ക് റെഡിയായി വന്നു കേട്ടോ. റെഡിയാവാനുള്ള വീഡിയോസൊന്നും എടുക്കാനുള്ള സമയമില്ല. കാരണം ഇപ്പം തന്നെ 9:15. ഇതൊക്കെ ചെയ്തു വന്നപ്പോൾ 9:30 10 മണി ആ ഒരു സമയമാവും കേട്ടോ. ഞാൻ ഇങ്ങനെ അഡ്വാൻസ് ചെയ്തൊന്നും ചെയ്തു വെച്ചിട്ടൊന്നുമില്ല. പെട്ടെന്നെല്ലാം തട്ടിക്കൂട്ടണം. പിന്നെ ആദ്യത്തെ ദിവസം ക്ലാസ്സൊന്നും ഇല്ലല്ലോ, പ്രവേശനോത്സവം മാത്രമേ ഉള്ളായിരുന്നു. പ്രവേശനോത്സവത്തിന് വാർഡ് മെമ്പർ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരും. നമ്മുടെ സാത്തിക്കുട്ടിയുടെ മുടി മാത്രമേ ഞാൻ കെട്ടിക്കൊടുത്തോളൂ, ബാക്കിയെല്ലാം അവൾ നല്ല സെറ്റാക്കി. ഇതിൻ്റെ ഇടയിൽ കുറേ ഡ്രസ്സൊക്കെ മാറി കേട്ടോ. ഒന്നും അവൾക്ക് അങ്ങോട്ട് മനസ്സിന് ഇഷ്ടപ്പെടാഞ്ഞ് ലാസ്റ്റ് ഇതെടുത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ വണ്ടി അപ്പുറത്തെ വീട്ടിൽ വെച്ചേക്കുവാണ്. കാരണമെന്ന് വിചാരിച്ച് ഇവിടെ ഭയങ്കര ചെളിയാണ്. ചെളിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചിട്ട് വണ്ടി മറിയാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ മറിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാൻ വീണിട്ടുമുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ ചെളി കൂടെ ഇങ്ങനെ തള്ളി പോകണമെങ്കിൽ നമ്മുടെ കാലയിലെല്ലാം ചെളിയാവുമെന്ന്. ഏതാണ്ട് ഈ ഒരു പോർഷനൊക്കെ ഭയങ്കര പാടാണ്. ഇവിടെ റോഡ് വരും 2 വർഷമൊക്കെ എടുക്കുമെന്നൊക്കെ അവർ പറയുന്നത്, അറിയത്തില്ല. ഇവിടെയും കൂടെ ഒരു സിമെൻ്റ് ഇട്ട റോഡ് വരുവാണെങ്കിൽ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സ്വർഗ്ഗമാണ്. വേറെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല. അങ്ങനെ സാത്തിക്കുട്ടി നമ്മുടെ ചെളിയൊക്കെ താണ്ടി അവിടെ എത്തി. ഇനി ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ സ്കൂളിൽ ചെന്നു. ഇതാണ് ഞങ്ങളുടെ വാർഡ് മെമ്പർ, പിന്നെ അവരുടെ സ്കൂളിലെ ടീച്ചേഴ്സ്. അതൊക്കെ അവിടെ കത്തിച്ച് വെച്ചേക്കുന്നുണ്ടോ, കൊച്ചു കൊച്ചു ദീപങ്ങളും വലിയ ദീപവും. അന്നേരം ഉദ്ഘാടന ചടങ്ങെന്ന് പറയും. നമ്മുടെ പ്രവേശനോത്സവത്തിന് എല്ലാവരും മെമ്പേഴ്സിനെ ഒക്കെ വിളിച്ചിട്ട് ഉദ്ഘാടന ചടങ്ങിനുള്ള സ്വാഗത പ്രസംഗവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല കേട്ടോ, അത്രയ്ക്ക് ക്രൗഡായിപ്പോയി. ഇത് കുട്ടികളുടെ ഡാൻസാണ് കേട്ടോ. അവർ തലേ ദിവസം അങ്ങോട്ട് ഡാൻസിന് വേണ്ടി പ്രാക്ടീസ് ചെയ്തേ ഉള്ളെന്ന് മിസ്സ് ഇങ്ങനെ അനൗൺസ് ചെയ്ത് പറയുന്നുണ്ടായിരുന്നു. അന്നേരം ഈ പ്രവേശനോത്സവത്തിന് എപ്പോഴും നമുക്കൊരു ഡാൻസും പാട്ടും അതും ഇതൊക്കെ വേണ്ടേ, എങ്കിലല്ലേ ഗ്രാൻഡ് ആവും. എന്തായാലും സാത്ത് സ്കൂളിൽ ചെന്നപ്പോൾ ഭയങ്കര ഹാപ്പി കേട്ടോ. പിള്ളേരെല്ലാം തിരിച്ച് സ്കൂളിലേക്ക് പോകണം എന്നുള്ള രീതിയിലൊരു ത്വര വന്നിരിക്കുന്ന ഒരു സമയം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി കൊച്ചു കുട്ടികളുണ്ടായിരുന്നു. അവരെയൊക്കെ അനിയന്മാരും എല്ലാം കുഞ്ഞു പിള്ളേരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം അവിടെ ഓടിക്കളിയും ബഹളമായിരുന്നു. ഇത് ശരിക്കും ആരൊക്കെ ചോദിക്കുന്നുണ്ട് ഗവൺമെൻറ് സ്കൂളാണോന്ന്. ഇത് എയ്ഡഡ് സ്കൂളാണ്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ തരും. എനിക്ക് തോന്നുന്നു UKG LKG കണ്ട് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എത്ര രൂപ, ഒരുപാട് രൂപയൊന്നുമില്ലായിരുന്നു കൊടുത്തു. പിന്നെ നമ്മൾ ബസ്സിനും ചെറിയൊരു എമൗണ്ട് കേട്ടോ, ഒട്ടും വലിയ എമൗണ്ട് അല്ല, ചെറിയൊരു എമൗണ്ട് മാത്രമേ ഉള്ളൂ. നോട്ട്ബുക്ക്, യൂണിഫോം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ മേടിക്കണം. ഫീസില്ല, അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ പ്രൈവറ്റ് സ്കൂൾസിലൊക്കെ മോളുടെ അഡ്മിഷൻ ഫസ്റ്റ് ടൈം നോക്കിയായിരുന്നു കേട്ടോ. അവരുടെ ഒരു ക്യാപിറ്റേഷൻ ഫീസും അതിന് ശേഷമുള്ള മന്ത്ലി ഫീസ് കുറവാണെങ്കിലും അല്ലാത്ത കുറേ കാര്യങ്ങളില്ലേ, അതൊന്നും എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ വീട് പണിയോ ഇപ്പം നിങ്ങൾ കാണുന്ന ഒന്നും എനിക്കത് സമ്പാദിക്കാൻ പറ്റത്തില്ല. എല്ലാം സ്കൂള്, കുഞ്ഞിൻ്റെ എക്സ്പെൻസ് എന്ന് പറഞ്ഞ് പോകാനേ സമയം കാണത്തുള്ളൂ. ഞാൻ വിചാരിക്കുന്നത് ഗ്രാജ്വലി നമുക്ക് നല്ല സ്കൂളിലോട്ട് മാറ്റാം. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കണക്ക് മാറ്റണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പിന്നെ ഇവിടെ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആണ്. ഇവിടെ ഓരോ പ്രൈവറ്റ് സ്കൂളിൽ അത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരണം, പിറ്റേ ദിവസം ഇത് ചെയ്യിപ്പിച്ചുകൊണ്ട് വരണമെന്ന് പറയുമ്പം എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട്
എനിക്ക് മോളുടെ കൂടെ നിന്ന് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് അവളെ ചെയ്യിപ്പിക്കുക. അപ്പം ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. സാറ്റർഡേ സൺഡേ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നു, അതനുസരിച്ച് ടീച്ചേഴ്സ് തന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി വീഡിയോയിലേക്ക്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവർ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു, നിലവിളക്കെല്ലാം കൊളുത്തി കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു ദീപങ്ങൾ വെച്ചേക്കും കേട്ടോ. അതായത് LKG പുതിയതായിട്ട് ചേർന്ന കുട്ടികളാണ് ഈ ദീപം തെളിയിക്കുന്നത്. പിന്നെ ന്യൂ കമേഴ്സ്, സ്കൂളിലേക്ക് പുതിയതായിട്ട് വരുന്ന പിള്ളേർ. അപ്പോൾ ആ പിള്ളേർക്കൊക്കെ ഒരു കിരീടം, പിന്നെ ഒരു സ്കൂൾ ബാഗ്, പിന്നെ ഒരു ജോഡി യൂണിഫോമും കൂടെ കേട്ടോ. സാദിക്കുട്ടിക്ക് കഴിഞ്ഞ വർഷം വരെ ഒരു ജോഡി യൂണിഫോം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവർക്കും അങ്ങനെയാണ്. ന്യൂ കമേഴ്സിനും ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു സെക്കൻഡ് സ്റ്റാൻഡേർഡ് തൊട്ട് ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ തന്നെ എല്ലാം ചെയ്യണം എന്നുള്ള രീതിയാണ്. പക്ഷേ കൊള്ളാം കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്ന പിള്ളേരാണ് ഇവിടെ പഠിക്കുന്നത്. അന്നേരം അവർക്കൊക്കെ ഇതൊക്കെ വലിയൊരു കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നോട്ട്ബുക്ക് 1-2 നോട്ട്ബുക്കും കൂടെ കൊടുക്കുമെന്നാണ് തോന്നുന്നത്. അതിക്ക് കഴിഞ്ഞ വർഷം എനിക്കൊന്ന് 2 നോട്ട്ബുക്കോ അങ്ങനെ കണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ വർഷം ഒന്നുമില്ല, സെക്കൻഡിലായതുകൊണ്ട് നമ്മൾ തന്നെ എല്ലാ കാര്യങ്ങളും. ഇതെന്ന് വിചാരിച്ചാൽ നമ്മുടെ രക്ഷകർത്താക്കൾക്കുള്ള കൗൺസിലിംഗ് സെക്ഷനാണ് കേട്ടോ. ഇത് ഏറ്റവും നല്ല ഒരു സ്കൂൾ ഓപ്പണിങ്ങിന് ചെയ്യേണ്ട ഏറ്റവും മഹത്തരമായിട്ടൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. നമ്മൾ കുഞ്ഞിനെ അറിയുന്നോ എന്ന് അറിയേണ്ട ഒരു ടെസ്റ്റിംഗ് ആണ് കേട്ടോ നടത്തുന്നത്. ഒരു പാരൻറ്റിനെ വിളിച്ചിരുത്തിയിട്ട് അവരുടെ മോളാണ് അടുത്തുള്ളത്. എന്നിട്ട് മോളുടെ ഇഷ്ടങ്ങൾ മോളും പറയണം, ആ പാരൻ്റ് ആ ബുക്കിനകത്ത് എഴുതണം. അന്നേരം ഇത് മാച്ച് ആവണമെന്ന്. നമ്മൾ എത്രത്തോളം നമ്മുടെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കുന്നു, അതാണ് ആ ഒരു ടെസ്റ്റിംഗ് ആണ്. അന്നേരം ആ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വിചാരിച്ച് അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കുഞ്ഞിനെ നമ്മൾ അറിയണം. അതുപോലെ തന്നെ ഈ കുഞ്ഞെന്തെങ്കിലും വന്ന് പറയുമ്പം, അതായത് ഒരാൾ മിസ്ബിഹേവ് ചെയ്തെന്നോ അങ്ങനെയൊക്കെ വന്ന് പറയുമ്പം അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ് എന്ന് പറഞ്ഞ് കൊച്ചിനെ അടിച്ചമർത്തരുതെന്ന്. അതുകൊണ്ട് തന്നെ പിന്നെ അല്ലെങ്കിൽ ആ കൊച്ചിങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായ, പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണ്, അതാണ് മിസ്സ് പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തണ്ടേന്നുള്ള ശരിക്കുമുള്ള കാര്യം. ശരിയാണ്, കാലഘട്ടങ്ങൾ മാറുന്നു, കുട്ടികളുടെ ചിന്താഗതിയൊക്കെ ഒത്തിരി മാറിയെന്നേ. നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു ലെവലേ അല്ല. അപ്പം ഇങ്ങനൊരു കൗൺസിലിംഗ് സെഷൻ സത്യം പറഞ്ഞാൽ ഈ സ്കൂളിൽ മാത്രമല്ല, എല്ലാ സ്കൂളിലും മസ്റ്റായിട്ട് ഒരു മാസത്തിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന കാര്യത്തിൽ, ഫുഡ് നമ്മൾ അവരൊട്ടും വേണ്ട എന്ന് പറഞ്ഞ ഇത് ചെയ്തില്ലേ, പിന്നെ നമ്മൾ തന്നെ അവരെ ലേബലൈസ് ചെയ്യും. എൻ്റെ മോൾ അത് കഴിക്കില്ല, ഇത് കഴിക്കില്ല, മറ്റേത് കഴിക്കില്ല, അങ്ങനെ ഒന്നും ലേബലൈസ് ചെയ്യാൻ പാടില്ലെന്ന്. അന്നേരം അതിൻ്റെ ഇടയിൽ പായസവും സ്വീറ്റ്സും ഒക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഈ ഒരു കൗൺസിലിംഗ് സെക്ഷൻ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ദുഃഖങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തുന്നത് കുഞ്ഞുങ്ങളിലാണ്. അപ്പോൾ അവരെന്തെങ്കിലും ഒരു ബിഹേവിയറൽ ചേഞ്ച് കാണിക്കുവാണെങ്കിൽ നമ്മുടെ ഒരു റിഫ്ലക്ഷൻ ആണെന്നാണ് അവർ പറഞ്ഞു തരുന്നത്. ശരിയാ, പലപ്പോഴും നമ്മൾ ബോധപൂർവമോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു അൺകോൺഷ്യസ്ലി നമുക്ക് അങ്ങനെ സംഭവിച്ചു, നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇതാണ് കേട്ടോ സാത്തിക്കുട്ടിക്ക് ടെക്സ്റ്റ് ബുക്കുകൾ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ പൊതിയിട്ടു. അത് ആ ദിവസം തന്നെ പൊതിയിട്ടു. പക്ഷേ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നേരെ പോയെന്ന് വെച്ചാൽ എൻ്റെ കുടുംബ വീട്ടിലാണ്. അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളിൽ. ഇവളുടെ പ്രവേശനോത്സവമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അച്ഛൻ എല്ലാ വർഷവും വരും ഇവളുടെ ഇതിലൊക്കെ. ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ കുറച്ച് ചെടിയും കൂടെ കൊണ്ടുവന്നു. ഇവിടെ അത്യാവശ്യം ഞാൻ ചെടിയൊക്കെ നട്ടോ. മഴക്കാലം ആകുമ്പോൾ ഏറ്റവും പറ്റിയ സമയമാണല്ലോ ചെടി നടാൻ. അങ്ങനെ ഇത് കൊണ്ടുവന്ന് ഞാൻ ആ ഫ്ലവറൈസിനകത്ത് വെച്ചു. പ്ലാസ്റ്റിക് കണക്കിരിക്കുക, ശരിക്കും ഇത് പ്ലാസ്റ്റിക്കും ഉണ്ട് കേട്ടോ. അന്നേരം എൻ്റെ ബുക്ക് പൊതിയലെല്ലാം കഴിഞ്ഞു. അപ്പോൾ സാത്തിക്കുട്ടിയും കൂടെ ഹെൽപ്പ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ ഒന്ന് ജസ്റ്റ് ഇത് ഞാൻ മറ്റേ യൂണിക്കോണിൻ്റെ സ്റ്റിക്കർ മേടിച്ച കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും യൂണിക്കോൺ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ത്യയിൽ കുറേ സ്റ്റിക്കർ കളക്ഷൻ ഉണ്ട് കേട്ടോ. എനിക്ക് കുഞ്ഞു പിള്ളേരുടെ സ്റ്റിക്കർ ഭയങ്കരമായിട്ടൊരു വീക്ക്നെസ് കേട്ടോ. ഞാൻ അവരെക്കാളും കഷ്ടമാണ് ഈ സ്റ്റിക്കർ കളക്ഷൻ്റെ. എൻ്റെ ഒത്തിരി കുഞ്ഞ് സ്റ്റിക്കർ കളക്ഷൻസും ഉണ്ട്. അന്നേരം അവൾക്ക് ഇഷ്ടപ്പെട്ട ഇതൊക്കെ അവളുടെ ചോയ്സാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റിക്കറൊക്കെ എടുത്ത് തരിക. അത് ഞാനിങ്ങനെ ഫുള്ള് ഒട്ടിക്കുക. കാരണം നാളെ തൊട്ട് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ നോട്ട്ബുക്കൊക്കെ ഞാൻ നേരത്തെ
എല്ലാം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ആയിട്ടും കുറച്ച് നോട്ട്ബുക്ക് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും ജംഗ്ഷനിൽ പോയി മേടിക്കേണ്ട കാര്യമില്ലല്ലോ അന്ന് പറഞ്ഞ് ഞാൻ എല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ടെക്സ്റ്റ് ബുക്ക് മാത്രമേ ഉള്ളൂ ഞാൻ അന്ന് ചെന്ന് മേടിച്ചത്. അപ്പം മിസ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഓഹോ സ്കൂൾ ഓപ്പണിംഗ് വരെ കാത്തിരിക്കുകയാണ്, നേരത്തെ വന്ന് ടെക്സ്റ്റ് ബുക്ക് മേടിച്ചുകൂടെയെന്ന്. സത്യം പറഞ്ഞാൽ മഴയൊക്കെ ആയിട്ട് ഈ ചെളിയുടെ അല്ലേ കൂടെ പോകാൻ എനിക്ക് ഭയങ്കര മടിയായിട്ടാണ് കേട്ടോ ഞാൻ അതിലേ കൂടെ പോകാത്തത്. എനിക്കത് ഭയങ്കര റിസ്ക്കി ആയിട്ട് തോന്നും. മഴയൊക്കെ നനഞ്ഞാൽ ബുക്കൊക്കെ ചീത്തയാവത്തില്ലേ, അതും ഒരു പ്രശ്നമാണല്ലോ. അന്നേരം ഞങ്ങൾ ഇന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമ്മുടെ പേര് എഴുതുന്ന ഒരു ചടങ്ങ് ശരിക്കും പറയാനുണ്ടല്ലോ, എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് ഇങ്ങനെ പറയും കേട്ടോ. അവർ ഹൗസ് വൈഫിനെ എൻ്റെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നൊരു പ്രശ്നം ഈ എഴുതാതിരുന്നിരുന്നിരുന്ന് അവർക്ക് പിന്നെ എഴുതാൻ നേരം ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് കേൾക്കുന്ന ചിലവർക്കെങ്കിലും ആ ഒരു ബുദ്ധിമുട്ട് കാണത്തില്ലേ. അപ്പോൾ നിങ്ങൾ ഹൗസ് വൈഫ് ആണെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. എഴുതി നോക്കിയാലേ നമുക്ക് ആ അക്ഷരത്തിൻ്റെ പഴയ അക്ഷരത്തിൻ്റെ ഭംഗിയും ആ വടുവും ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ വീട്ടിലിരിക്കുന്നു, സാധനങ്ങളുടെ ലിസ്റ്റ് ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു വിടുന്നു, നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു, കുഞ്ഞുങ്ങളെ നോക്കുന്നു, അവരെ ഹോംവർക്ക് ചെയ്യിപ്പിക്കുന്നു. അതിനപ്പുറം നമ്മൾ സെൽഫായിട്ട് എന്തെങ്കിലും ഒരു ഡയറി റൈറ്റിംഗ് ഹാബിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാനറോ അതൊക്കെ ഒന്ന് ശീലിക്കുമ്പം നമുക്ക് തന്നെ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് തുടങ്ങാം. ഇനി അടുത്ത് നമ്മുടെ സ്കൂളിലേക്കുള്ള ബാഗ് പാക്കിംഗ് ആണ് കേട്ടോ. ഇപ്പോൾ പിറ്റേ ദിവസം തൊട്ട് അവർക്ക് പോയാൽ മതിയല്ലോ, അതുകൊണ്ട് പതുക്കെയൊക്കെ പാക്ക് ചെയ്താൽ മതി. ഞാനങ്ങനെ അഡ്വാൻസ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ ഒന്നും ചെയ്ത് വെക്കുന്നില്ല. അപ്പം ഈ ബാഗ് പാക്കിങ്ങോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ചിലപ്പോൾ ലാസ്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം അങ്ങ് പറയാൻ വേണ്ടി ശരിക്കും അങ്ങ് മറന്നു പോകും. അന്നേരം സാത്തിക്കുട്ടിയുടെ പൗച്ചാണ് കേട്ടോ. ഇതും യൂണിക്കോണിൻ്റെ പൗച്ച് തന്നെയാണ് മേടിച്ചിരിക്കുന്നത്, ഒരു യെല്ലോ കളർ പൗച്ച്. ഞാൻ ബോക്സ് എന്താ കൊടുത്തു വിടാത്തതെന്ന് വിചാരിച്ചാൽ അവിടെ ഇഷ്ടം പോലെ ബോക്സൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു കാറിൻ്റെ ബോക്സൊക്കെ ആയിരുന്നു കൊടുത്തു വിട്ടത്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീലും ഇല്ല ഒന്നുമില്ല. അവൾ നശിപ്പിക്കുന്നില്ല, ഈ അടുത്തുള്ള പിള്ളേരൊക്കെ മേടിച്ചിട്ട് അത് നശിപ്പിക്കും. അന്നേരം ഞാൻ വിചാരിച്ചു പൗച്ച് മതിയെന്ന്. അപ്പോൾ അതിനകത്തൊരു സ്കെയില്, ഒരു 3 പെൻസില് പിന്നെ അവൾക്ക് വേണ്ട കാര്യങ്ങളാണ് കേട്ടോ അടുത്തടുത്ത് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത്. എല്ലാം നല്ല ക്യൂട്ട് സാധനങ്ങളാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശമാണല്ലോ ഫസ്റ്റ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവേശം മാത്രം പോരാ, ശരിക്കും സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങണമല്ലോ, അതിനൊരു എൻകറേജ്മെൻ്റ് ആണല്ലോ. ഞാൻ പണ്ടൊരു പെൻസിൽ ടൈപ്പ് മേടിച്ചതാണ്. ഇത് ഷാർപ്നർ ഞാൻ സാധാരണ അവൾക്ക് കൊടുത്തു വിടാത്തതാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇവളെന്താ ചെയ്യുന്ന ബാക്കിയുള്ളവരുടെ എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പം ഞാൻ അതൊന്നും സമ്മതിക്കത്തില്ല, അതിനോട് കൊടുത്തു വിട്ടാൽ മതിയല്ലോ. ഇത് ചേച്ചി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ കിട്ടിയൊരു റബ്ബർ കേട്ടോ. പല ടൈപ്പ് റബ്ബറുണ്ട്. റബ്ബർ തന്നെ ഇവളുടെ കയ്യിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇത് വേറൊരു ടൈപ്പ് റബ്ബർ, ഇത് റബ്ബറാണ്, ഇത് യൂണിക്കോണിൻ്റെ. ഇത് ശരിക്കും പറഞ്ഞാൽ മായ്ക്കാൻ കൊള്ളത്തില്ല, ചുമ്മാ കളിക്കാനുണ്ടല്ലോ അതിന് മാത്രം കൊള്ളാവുന്ന റബ്ബറാണ്. ഇനി അടുത്തത് അവളുടെ ക്രയോൺസ്. കലാകാരി ആയതുകൊണ്ട് തന്നെ അവളെപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു വസ്തുവാണ് ഈ ക്രയോൺസ്. കുഞ്ഞ് സ്കെച്ച് അതൊക്കെ 10 രൂപയുടെയൊക്കെ മേടിച്ചാൽ മതി, 10-15 രൂപ. അപ്പോൾ ഇത് എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ സ്കൂളിൽ കൊടുത്തു വിടണം. ഇവർക്ക് വരയ്ക്കാനുണ്ട്. ഇവർക്ക് ഒരു പ്ലെയിൻ ബുക്കില്ലേ, ഒരു പ്ലെയിൻ ബുക്കുണ്ട്, ഞാൻ കാണിച്ചു തരാം. ആ ബുക്കിനകത്ത് ഇവരത് വരപ്പിക്കും, ആ പടങ്ങൾ വെട്ടി ഒട്ടിപ്പിക്കും. അതിന് വേണ്ടി ഫെവിക്വിക്കും. ഫസ്റ്റ് ഡേ ഒട്ടൊന്നും ഇത് ചെയ്യിപ്പിക്കാൻ തുടങ്ങത്തില്ല, എങ്കിലും അവൾക്ക് നിർബന്ധം ഇതെല്ലാം കൊണ്ടുപോകണം, ഫ്രണ്ട്സിനെ കാണിക്കണം, അങ്ങനത്തെ ഒരു ആകാംക്ഷ കാണത്തില്ലേ. അതുകൊണ്ട് അവൾ തന്നെ എല്ലാം എടുത്തു വെച്ചു. പിന്നെ അവളുടെ ബാഗ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഞാനല്ല കേട്ടോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ച് കാണിച്ചു തന്ന ഒരുമാതിരി ആർട്ടിഫിഷ്യാലിറ്റി ആയിരിക്കും. അവൾ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഒരു UKG തൊട്ട് അവൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്ക്, ഇതാണ് ആ വലിയ നോട്ട്ബുക്ക്, പ്ലെയിൻ നോട്ട്ബുക്കുണ്ട്. ഇതിനകത്താണ് അവരെ കലാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശീലിപ്പിക്കുന്നത്. അവരിങ്ങനെ വരയ്ക്കാനും കവിതകൾ എഴുതാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇത് നോട്ട്ബുക്ക്, മലയാളം, ഇംഗ്ലീഷ്, മാത്സുമാണ് ഞാനിപ്പോൾ കൊടുത്തു വിട്ടേക്കുന്നത്. ടൈം ടേബിളൊന്നും വന്നിട്ടില്ല, എന്തൊക്കെയാണ് കൊടുത്തു വിട്ടേന്ന്. അപ്പോൾ ഫസ്റ്റ് എയ്ഡൊന്നും അധികം പഠിപ്പിക്കില്ലല്ലോ, ജസ്റ്റ് അവിടെ ഇരുത്തത്തേ ഉള്ളായിരുന്നു. പിന്നെ പൗച്ച്, പിന്നെ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കേട്ടോ അവളുടെ സ്നാക്ക് ബോക്സ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. ഇത് സ്റ്റീലിൻ്റെയാണ് കേട്ടോ, സ്റ്റീലിൻ്റെ ആ ഒരു പാണ്ടയുടെ. എനിക്ക് പാണ്ടയുടെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്. അത് ഏതാണ്ട് 200 റുപ്പീസും കണ്ടയാണ് ഒരൊറ്റ ആ കുഞ്ഞ് ടിഫിൻ ബോക്സിന്. ഞാൻ എനിക്ക് തോന്നുന്നു പ്ലാസ്റ്റിക് കുറേ കാലത്തിന് മുമ്പേ ഈ വാട്ടർ ബോട്ടിലും സ്നാക്ക് ബോക്സും ഒക്കെ ഞാൻ നിർത്തിയതാണ് കേട്ടോ. ഇത് ഫുഡ് കൊണ്ടുവന്നൊരു ഇതാണ്. ശരിക്കും പറഞ്ഞാൽ ഫുഡില്ല അവൾക്ക്,
നമുക്ക് അതുകൊണ്ട് ഈ ഒരു സുന്ദരമായ പുതിയ പ്ലേറ്റാണ്. അവർക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് നമ്മളങ്ങനെ ടിഫിൻ ബോക്സ് ഒന്നും മേടിക്കണ്ട, നമുക്ക് വീട്ടിൽ നിന്നും കൊടുത്തു വിടാം കേട്ടോ ഫുഡ്. പക്ഷേ രാവിലെ എണീച്ച് ഇവിടെ അമ്മയാണ് മോളെ നോക്കുന്നത്, അപ്പോൾ അമ്മയ്ക്ക് പറ്റത്തില്ല. എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞ് പിന്നെ രാവിലെ എണീച്ച് ഫുഡ് ഉണ്ടാക്കാൻ നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ സ്കൂളിൽ നിന്ന് തന്നെ ഫുഡ് കഴിക്കും. അവൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടായി ഒക്കെ വരാമ്പം അവൾ വൈകുന്നേരം ഇവിടെ വന്നിട്ട് അടിച്ചു വിടും. ഞാൻ എപ്പോഴും പറയും ഉച്ചയ്ക്ക് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നമുക്ക് വൈകിട്ടും രാവിലെയൊക്കെ നന്നായിട്ട് നമുക്ക് കഴിക്കാമല്ലോ എന്ന്. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ കറീസ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് കറിപ്പാത്രത്തിൽ അത് നമുക്ക് അധികം ഇതില്ലല്ലോ അതിന് ശേഷം ആ വാട്ടർ ബോട്ടിൽ എടുത്ത് വെക്കുന്നതാണ് കേട്ടോ. വാട്ടർ ബോട്ടിലും അവളുടെ കണ്ണാടിയുടെ ആ ബോക്സും, കണ്ണാടി എപ്പോഴും അഴുക്കാവും, അതുകൊണ്ട് ആ ബോക്സും കൂടെ കൊടുത്തുവിട്ട് അവൾ തുടച്ചോളും. അപ്പോൾ ഇതൊക്കെ സൂക്ഷിച്ച് കൊണ്ടുവരണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഇതോടെ കൂടി ഈ വീഡിയോ അവസാനിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ